ഹലോ, എല്ലാവർക്കും മാതീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് മൺസൂൺ വളരെ ശക്തമായി തന്നെ പെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇതാ ഇവിടെയും നല്ല കാറ്റും മഴയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. കറക്റ്റ് ടൈമിനാണ് ഞാൻ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഈ ജൂലൈ മാസമാണ് ഏറ്റവും കൂടുതൽ മൺസൂൺ നമുക്ക് കിട്ടുന്ന സമയമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാലേ നമുക്ക് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളർത്തിയെടുക്കാനും ഓണത്തിന് നമുക്ക് വിളവ് കിട്ടാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞാൻ 5 കാര്യങ്ങൾ ഈ മൺസൂൺ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ 5 ഒരു 3 നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കണമെന്ന് ഇല്ല. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില പ്ലാന്റ്സ് നടുമ്പം അതിൻ്റെ അടുത്ത് ഈ സമയത്ത് ജൂലൈ സമയത്ത് അത് ഇത്തിരി നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടി വേറെ ചില പ്ലാന്റ്സ് നമ്മൾ അതിൻ്റെ അടുത്ത് നട്ട് വെക്കണം. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ആ ചെടി വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ടിപ്സുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് വളർത്താൻ പറ്റിയ ചെടികൾ ഏതൊക്കെയാണെന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ അടിയിലും കുറച്ച് കമൻസ് വന്നു, നമുക്ക് ഇത് വളർത്താമോ, ചില ചെടികൾ വളർത്താമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എല്ലാത്തിനുമുള്ള ഉത്തരം ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലിപ്പിൽ നിങ്ങൾക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും ഒന്ന് കാണാതിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അതിനെ അധികം സംസാരിക്കുന്നില്ല, ഞാൻ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രെയിനിങ് ഹോളാണ്. നമ്മളുടെ ചെടിച്ചട്ടി ആയിക്കോട്ടെ, ഗ്രോ ബാഗ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ ഡ്രെയിനിങ് ഹോളാണ്. ഈ ഡ്രെയിനിങ് ഹോളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ എവിടെ വെച്ചാലും, ഇപ്പോൾ നമ്മൾ ടെറസിലാണ് വെക്കുന്നതെങ്കിലും അല്ലെങ്കിൽ തന്നെ താഴെയാണ് വെക്കുന്നതെങ്കിലൊക്കെ നമ്മൾ ഒരിക്കലും നമ്മളുടെ നിലത്തോട് ചേർത്ത് വെക്കരുത്. അങ്ങനെ വെച്ചുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലിപ്പിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും വെക്കുന്നത്. പക്ഷേ ഈ കല്ലോ ഒന്നും കിട്ടിയില്ല, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ചെടികളുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും വച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതിനകത്തൊരു കാര്യം കാണിച്ചു തരാം. ഞാനത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. എന്തായാലും നമുക്ക് ഈ മൺസൂൺ സീസൺ കഴിയുന്നവരെ നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടില്ലേ, ഇത് നമ്മൾ നിലത്ത് ഇങ്ങനെ ചെടികൾ വെച്ചാൽ ഉള്ള പ്രശ്നമാണ്. ഇതുപോലെ വെള്ളം അടിയിലിരിക്കും. നമ്മളിത് മാറ്റുമ്പോഴത്തേക്കും ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അതിപ്പോൾ ഏത് വലിയ ചെടിച്ചട്ടി ആയിക്കോട്ടെ ചെറിയ ചെടിച്ചട്ടി ആയിക്കോട്ടെ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഡൈനിങ് ഹോളിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി വേണ്ടത് ഇതുപോലുള്ള കൊതുമ്പാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൊതുമ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്പായാലും മതി. പക്ഷേ എനിക്കിവിടെ കൂടുതൽ ചെടികളുള്ളതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതുപോലത്തെ നമ്മളുടെ കൊതുമ്പാണ് എനിക്ക് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ളത്. നിങ്ങൾക്കിത് ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം, നമുക്കത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ കൊതുമ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഡ്രെയിനിങ് ഹോൾ സെറ്റ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊതുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് മൺസൂൺ സമയം വരെ എന്തായാലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് കുറേ നാൾ നമുക്ക് മൺസൂൺ കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം, എന്നിട്ട് നമുക്കിത് കമ്പോസ്റ്റിലോട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്കിത് ഗ്രോ ബാഗിൻ്റെ അടിയിൽ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ ഇടുന്നതിന് മുമ്പ് അടിവശത്ത് നമുക്ക് ഇതിന് ശേഷം കിട്ടുന്ന കൊതുമ്പ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഗ്രോ ബാഗാണ് വച്ചേക്കുന്നത്. ഗ്രോ ബാഗിൻ്റെ അടിയിൽ കണ്ടോ, ഇവിടെ കൊതുമ്പാണ് ഞാൻ വച്ചേക്കുന്നത്. ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ വലിയ ഗ്രോ ബാഗിന് നടുക്കാണ് കൂടുതലും ഹോളുകൾ വരുന്നത്. അപ്പം ഞാൻ അവിടെയാണ് എന്ത് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അറിയാമോ, ഇതുപോലെ കൊതുമ്പ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു സൈഡ് മാത്രമല്ല എല്ലാ സൈഡും ഇതുപോലെ കൊതുമ്പാണ് വെച്ചേക്കുന്നത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിപ്പോൾ എടുത്ത് പൊക്കി കാണിച്ചത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എങ്ങനെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഈ വെണ്ടച്ചെടിക്ക് നമ്മൾ എങ്ങനെയാണ് വയ്ക്കുന്നതിന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിനകത്ത് വച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിവശം ഭയങ്കരമായിട്ട് നനഞ്ഞിരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു ചെടിക്ക് നമുക്ക് എങ്ങനെയാണ് ഇതുപോലത്തെ കൊതുമ്പ് കൊണ്ട് ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇച്ചിരി കട്ടിയുള്ള
കൊതുമ്പ് നമ്മൾ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഹൈറ്റ് നോക്കുക. ഞാൻ ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെക്കാറുണ്ട്, വെർട്ടിക്കലായിട്ടും വെക്കാറുണ്ട്. ഇപ്പം ഒറ്റ ചെടിക്കാണെങ്കിൽ നമ്മളെപ്പോഴും ഇതുപോലെ ഇങ്ങനെ നീളത്തിന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ നടുക്കാണ് ഇതിന് കൂടുതൽ ഡ്രെയിനിങ് ഹോൾ ഉള്ളത്, അതുകൊണ്ടാണ് ഫസ്റ്റ് സൈഡിലോട്ട് വെക്കുന്നത്. ഇതിൻ്റെ അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെക്കുക. അതായത് ഈ നടുവശത്ത് നമുക്ക് കൈ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ രീതിക്ക് വെക്കുക. കാരണം അതിലേക്ക് കൂടെ വരുന്ന വെള്ളം നമുക്ക് ഒഴുകിപ്പോവും. ഈ രണ്ട് സൈഡും പൊക്കി വയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ച് വയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, നമുക്ക് നീളത്തിൽ ഇങ്ങനെയും വയ്ക്കാം, കൊതുമ്പ് നമുക്ക് വയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചിരട്ട ഉപയോഗിക്കാം, ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പം ചിരട്ട എങ്ങനെയാണ് വെക്കേണ്ടത്, ഇതുപോലെ തന്നെയാണ്. ഒരു ചിരട്ട ആ സൈഡിലും ഒരു ചിരട്ട ഈ സൈഡിലും വെച്ച് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഞാൻ അതുപോലെയാണ് നോക്കിക്കേ, ഇവിടെയും ഞാൻ കൊതുമ്പാണ് വെച്ചേക്കുന്നത്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും അതുപോലെ കൊതുമ്പാണ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കൊതുമ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള തടികൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സെൻറ്ററിൽ കൂടെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഇതിനകത്തൂടെയൊക്കെ നമുക്കത് ഈസി ആയിട്ട് പോകും. കണ്ട ഉണങ്ങി കിടക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഈ കൊതുമ്പ് വെച്ച സ്ഥലത്തൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിടക്കുകയാണ്. ഇത് ഞാനിപ്പോൾ കൊതുമ്പ് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നനവ് കിടക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കൊതുമ്പല്ല, പകരം നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കൊതുമ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കുറേ കമ്പ് കിട്ടുമെങ്കിൽ അത് മതി. എനിക്കിവിടെ കിട്ടുന്നത് കുറച്ച് കൊതുമ്പ് ഏറെക്കുറെ ഇവിടെ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ അതിനെ ഉപയോഗിച്ചത്. അപ്പം ഞാനിവിടെ ഈ കോളിഫ്ലവറൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിരനിരയായി ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ഞാൻ ഡ്രെയിനിങ് ഹോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ കമ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്പ് എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ കമ്പ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കമ്പ് നിങ്ങൾ ഇതുപോലെ രണ്ട് സൈഡായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെക്കുക. കാരണം ഞാനിവിടെ കൊതുമ്പ് അങ്ങനെയാണ് വച്ചേക്കുന്നത്. കണ്ടോ ഇങ്ങനെയാണ് വച്ചേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലോട്ടാക്കിയാണ് ഞാൻ വച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടി കണ്ടോ, നീളത്തിനാണ് വച്ചേക്കുന്നത്. നമ്മൾ വെണ്ടയ്ക്ക വെച്ച രീതിയല്ല ഇത്. കണ്ടോ ഇങ്ങനെ നമ്മൾ നീളത്തിന് വച്ചേക്കുന്നത്. ആ സൈഡും അതുപോലെ തന്നെ നീളത്തിന് വയ്ക്കുകയാണ്. അതായത് ഇതുപോലെയുള്ള ഒരു കമ്പ് നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഇതുപോലെയും അപ്പുറത്തെ സൈഡും വെച്ചിട്ട് നമുക്ക് അതുപോലെ വച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉണങ്ങിയ ചിരട്ടകൾ നോക്കി എടുക്കുക. അല്ലെങ്കിൽ എലിയുടെ ശല്യം നമുക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെയൊക്കെ ഉണക്കി വെച്ചേക്കുന്ന ചിരട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പച്ചപ്പുള്ള ചിരട്ടയാണെങ്കിൽ എലിയുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ, ഇപ്പം നമുക്ക് വെയിറ്റ് ഇല്ലാതെ നമ്മൾ ചെടികൾ നട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ അങ്ങ് എടുക്കാം. കണ്ടോ ഇതുപോലെ ചിരട്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങ് വെച്ച് കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഇതും അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. എനിക്ക് ക്യാമറയും ഒക്കെ പിടിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളതൊന്നും എടുത്ത് കാണിക്കാത്തത്. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് എന്ത് നല്ല വളം കൊടുത്താലും അത് ആ മണ്ണിൽ നിൽക്കത്തില്ല. നമ്മൾ ഈ സമയത്ത് ആഴ്ചയിൽ നമ്മൾ വളം കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സോളിഡായിട്ടുള്ള വളങ്ങളായിരിക്കും നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് സൂപ്പർ മീലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ നമ്മുടെ എല്ലുപൊടി, എല്ലാ തരത്തിലുള്ള വളമുള്ളതാണ് സൂപ്പർ മീൽ. അപ്പോൾ സൂപ്പർ മീൽ നമുക്കൊരു പരിധി വരെ ഇപ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല പ്രോസസ്ഡ് ആയിട്ട് വരുന്ന വളങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മണ്ണിലോട്ട് ഈ വളങ്ങൾ ഇടുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ പ്ലാന്റ്സിന് ഡയറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്നതുകൊണ്ട് നമുക്കത് നമ്മളൊരു 100%-ൽ നമുക്കൊരു ഒരു 60% നമുക്കിത് വർക്ക് ആകത്തുള്ളൂ, നമ്മുടെ ഇങ്ങനത്തെ സോളിഡ് ആയിട്ടുള്ള വളങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് നമ്മുടെ സ്ലറി പോലത്തെ വളങ്ങൾ, ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്. അപ്പം ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ജീവാമൃതമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ മൺസൂൺ സമയത്ത് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും സൂപ്പറും അതുപോലെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ് നമ്മുടെ ജീവാമൃതം എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാനിവിടെ ഉണ്ടാക്കിയത് അല്ല. കാരണം നമുക്ക് ജീവാമൃതം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് വേണം. നമുക്കൊരു ഡ്രമ്മൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ജീവാമൃതം. അപ്പോൾ ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ എനിക്കായിട്ടുള്ളത് ഒരു 150 രൂപയ്ക്ക് അകത്ത് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അതും ഇപ്പം നമുക്ക് നല്ല ഓഫറിൽ കിടക്കുന്നുണ്ട്, കോംബോ ഓഫറിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ വളം. അതല്ലാതെ നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, ഉണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം.
അല്ലെങ്കിൽ നമുക്ക് വളം ഡിപ്പോകളുണ്ടല്ലോ പലതരത്തിലുള്ള, അവിടെ നമുക്ക് ഇതിനും കാട്ടി ചിലപ്പം വിലക്കുറവിന് കിട്ടിയെന്നിരിക്കാം. ചിലയിടത്ത് ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പം നമുക്കിത് ഈ ജീവാമൃതം കിട്ടാൻ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഓഫ്ലൈനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചത്. അപ്പം ഞാൻ 1 ലിറ്ററിൻ്റെ ഈ ഒരു ജീവാമൃതമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, ജീവാമൃതവും അല്ലെങ്കിൽ നമുക്ക് സ്ലറി ഉപയോഗിക്കാം, അത് നമ്മുടെ കമ്പോസ്റ്റിൻ്റെ നിന്ന് കിട്ടുന്ന നമുക്ക് സ്ലറി ഉപയോഗിക്കാം. പക്ഷേ ഈ സമയത്ത് നമുക്ക് ജീവാമൃതമാണ് വേണ്ടത്. ജീവാമൃതം ഉപയോഗിക്കുന്നുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുണ്ടല്ലോ, നമ്മുടെ മണ്ണിര, അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ റൂട്ട് സിസ്റ്റമൊക്കെ നന്നായിട്ട് റീബിൽഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെങ്തനിങ് ആയി കിട്ടാൻ നമ്മുടെ ഈ ജീവാമൃതം ഹെൽപ്പ് ചെയ്യും. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കിട്ടുമ്പോൾ നമ്മളുടെ ചെടികളുടെ വേരുകൾക്ക് എനർജി കുറയും, അതായത് അവരുടെ സ്ട്രെങ്ത് കുറയും, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനും അതുപോലെ അഴുകി പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും. അവർക്ക് എന്തെങ്കിലും ആരോഗ്യം കാണത്തില്ല വേരുകൾക്ക്. അതുകൊണ്ടാണ് കേട്ടോ. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് മഴ നനയുമ്പോഴത്തേക്കും മണ്ണൊക്കെ വിട്ടു മാറി നമ്മുടെ വെളുത്ത വേര് വെളിയിലോട്ട് വന്നിരിക്കുന്ന പോലെ ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കുക. അതാണ് നമ്മളുടെ രണ്ടാമത്തെ കാര്യം. നമുക്ക് 2 വളങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ സോളിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഡയറക്റ്റായിട്ട് ഇടരുത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മണ്ണിടേണ്ട രീതിക്ക് ചെയ്യാം. അത് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഉപയോഗിക്കേണ്ടത് സ്ലറി ആയിട്ടുള്ളതാണ്, ജീവാമൃതമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 1 ലിറ്ററാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 1:10 എന്ന അളവിന് എടുക്കാം. അതുപോലെ തന്നെ ചെടിയുടെ അളവനുസരിച്ച് മാറാം. ഇപ്പോൾ കുഞ്ഞ് ആയിട്ടുള്ള നമ്മുടെ തൈകളാണെങ്കിൽ 1:20 വരെയും നമുക്ക് എടുക്കാം. അപ്പം ഞാനിപ്പം ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അത് ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഈ ജീവാമൃതം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മെല്ല് കാണും, കാരണം ഗോമൂത്രവും പച്ചച്ചാണകവും ഉപയോഗിച്ചാണ് നമ്മൾ ഈ ജീവാമൃതം ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് ഒട്ടും പറ്റാത്തൊരു മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പം ഗ്ലൗസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിതിൻ്റെ പകുതിയോളവും ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചെടികളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ കപ്പിൻ്റെ പകുതിയോളമാണ് എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ പകുതി ആയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. അപ്പം നമുക്കിത് 2 ആഴ്ചയിലൊരിക്കൽ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാം. അതായത് 7 തൊട്ട് 15 ദിവസത്തിന് അകത്ത് വെച്ച് നമുക്ക് റിപ്പീറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിതിപ്പോൾ എടുത്ത ഈ കപ്പിൻ്റെ അളവിന് ഞാനൊരു 15 മടങ്ങ് വെള്ളം എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. കാരണം കുഞ്ഞു തൈകളാണ് കൂടുതലുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിത് മിക്സ് ചെയ്യുന്നത് കാണിച്ചാൽ, ഈ 10 ലിറ്ററിൻ്റെ ഈ ഒരു ക്യാനാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് സ്മെല്ലുള്ളത് കൊണ്ടും അതുപോലെ എനിക്ക് ചെറിയ തൈകളാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ പിന്നെ അവർക്കെല്ലാം കൂടെ ആവശ്യമുള്ളത് നമുക്ക് ഈ ഒരു ക്യാനിലോട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഇതിനെ ഈ ക്യാനിലോട്ട് ഒഴിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇച്ചിരി സ്മെല്ല് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാസ്ക് വെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഗ്ലൗസും ഇടേണ്ടതാണ് കേട്ടോ നമ്മളിത് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ 1:50 എന്ന റേഷ്യോയിൽ ഞാൻ ഇതേ അളവിന് തന്നെ വെള്ളം നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് ഈ ഒരു ക്യാനിൽ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 10 ലിറ്ററിൻ്റെ ക്യാനാണ്, പക്ഷേ ഞാനിതിൻ്റെ പകുതി കൂടുതൽ വെള്ളം ഒഴിച്ച് ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഓണക്കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന കുഞ്ഞു തൈകളാണ്. അപ്പോൾ ഇതിന് എഫക്റ്റ് കൂടുതൽ ആയി പോകരുത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം ഡൈല്യൂട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഇത് വച്ചിരിക്കാം കേട്ടോ. നമുക്കിനി അടുത്ത 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിനടുത്ത് അങ്ങ് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അളവ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. വെണ്ടയ്ക്കാണ് കേട്ടോ, ആനക്കൊമ്പൻ വെണ്ടയാണ്, ചുവപ്പ്. ഇതിലൊക്കെ നിറച്ച് പൂക്കൾ ഇപ്പം പിടിച്ചിരിപ്പുണ്ട്. അപ്പം ഇവർക്ക് കൊടുക്കുന്ന അളവല്ല ബാക്കിയുള്ള ചെടികൾക്ക് കൊടുക്കുന്നത്. ഒരേ വെണ്ടയാണ് കേട്ടോ. നോക്കി, ഇത് ഇച്ചിരി അത്യാവശ്യം നല്ല രീതിക്ക് സൈസുണ്ട്. പക്ഷേ ഇത് നോക്കിക്കേ, അപ്പം ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്ന അളവ് വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പൂക്കാതെ ഡയറക്റ്റ് വെണ്ടയായിട്ട് വരുന്ന ഒരു തൈ ഉണ്ടെന്ന്. നോക്കിക്കേ, അതിനകത്ത് വെണ്ടയ്ക്ക നോക്കിക്കേ നന്നായിട്ട് തന്നെ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു താമര വെണ്ടയുടെ അതേ ഷേപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു താമര വെണ്ടയുടെ അതേ ഷേപ്പിലായിരിക്കും വളരുന്നതെന്ന്. കാരണം താമര വെണ്ടയ്ക്ക് അധികം നീളം കാണത്തില്ല, പക്ഷെ നല്ല വലിപ്പമായിരിക്കും കേട്ടോ. വലിയ സൈസ് വെണ്ടയ്ക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ അത്ര ഒഴിക്കത്തില്ല. നമ്മൾ സ്ലറി ആയാലും ഒഴിക്കുമ്പോൾ പതുക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നോക്കുക, അത് താരുന്നത് നോക്കണം കേട്ടോ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു വളം കൊടുക്കുമ്പോഴും നമ്മൾ അമിതമായിട്ട് ഒഴിക്കരുത്. കാരണം ഇത് ഡ്രെയിൻ ചെയ്ത് വേസ്റ്റായിട്ട് പോകും. അപ്പം നമ്മളിത് നന്നായിട്ട് തന്നെ അപ്സത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക, അനാവശ്യമായിട്ട് ഒഴിക്കരുത്. അതുപോലെ ഈ ഒരു ചെറിയ വെണ്ടയ്ക്ക് ഞാൻ ഒഴിക്കുന്നത്
നോക്കിക്കേ, ഇത്രയും മാത്രമാണ് ഒഴിക്കുന്നത്. അത്രയും മതി. അതിനാവശ്യമുള്ളത് ഇതിൽ നിന്ന് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ നമുക്ക് അതായി. അങ്ങനെ രണ്ടാമത്തെ കാര്യവും മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വളമാണ്. സോളിഡ് ആയിട്ടുള്ളതല്ല, സ്ലറി ആയിട്ടുള്ളതാണ് ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഒരു ഇയറിങ്സ് ശ്രദ്ധിച്ചോ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി വെയർ ആയിട്ട് ഒരു ഡയമണ്ട് ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. പെയിൻറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്യാഷ്വൽ വെയറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മൂന്നാമത്തേതെന്ന് പറയുന്നത് രോഗപ്രതിരോധ തയ്യാറെടുപ്പാണ് വേണ്ടത്. അപ്പം പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ ചെടികൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഫംഗസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും തക്കാളിയിലും പയറിലും കുക്കുംബറിലൊക്കെയാണ് ഇവ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇപ്പം എൻ്റെ ഇവിടെ ഒരു തരത്തിലുള്ള ഫംഗസ് രോഗവും ഇപ്പം നിലവിൽ ഇല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളുടെ സാഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പാക്കറ്റ് സാഫ് മേടിച്ച് വെക്കേണ്ടതാണ്. അത്രയ്ക്ക് വിലയൊന്നുമില്ല, അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം ഇത്രയാണ് എടുത്തത്. അത് ഞാൻ ഇതിനകത്ത് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉപയോഗിക്കാം, നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് സ്പ്രെയറിലോട്ട് ഇട്ടിട്ട് കുലുക്കുന്നുണ്ട്. നോക്കിക്കേ, ഇങ്ങനെ ഇട്ട്. അപ്പോൾ ഇതുപോലുള്ള സ്പ്രെയറിനും കാട്ടിൽ നമുക്കിങ്ങനെ വലിച്ചെടുക്കുന്ന വലിയ സ്പ്രെയറുണ്ട്. അത് നമുക്ക് ഒറ്റ പ്രാവശ്യം ഇതായത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഇതെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയൻ്റ് ആണ്, എൻ്റെ കൈക്ക് കൺവീനിയൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഈ കുക്കുംബർ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്യാനിൽ ഞാൻ നട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ കുക്കുംബർ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഇതിനെ കാണിച്ചു തരും. ഇപ്പം ഇന്ന് ഇതിന് കാണിച്ചു തരും പ്രത്യേകതയുണ്ട്. ഇന്ന് ഇതിൽ ഫസ്റ്റ് കുക്കുംബർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുക്കുംബറിൽ അടിക്കരുത്, ഇലകളിലാണ് അടിക്കുള്ളത്. അടിവശത്തും അതുപോലെ അതിൻ്റെ എല്ലാ ബ്രാഞ്ചിലൊക്കെ അടിച്ചു കൊടുക്കുക. പൂക്കളുടെ ഉള്ളിലോട്ട് അടിച്ചു കൊടുക്കാതിരിക്കുക. ഇലകളിലാണ് നമ്മൾ കൂടുതലും ഈ ഫംഗസ് വരാതിരിക്കാനുള്ള ഈ ഒരു ലിക്വിഡ് അടിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ മാത്രമല്ല എല്ലാത്തിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിത്തുകൾ പാകുന്നത് കുറിച്ച് ചെയ്തിരുന്നു. ജമന്തിയുടെ വീഡിയോ അല്ല, അതിന് മുമ്പത്തത്. അതിൽ നമ്മൾ ഇട്ടിരുന്ന വെണ്ടയ്ക്കയുടെ വിത്താണ് കേട്ടോ. ഇത്ര ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വളങ്ങളൊക്കെ കൊടുത്ത് നോക്കിക്കേ, ഈ ഒരു സൈസാണ് ഉള്ളതെങ്കിലും ആദ്യത്തെ പൂ വരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം ഈ ഫസ്റ്റ് വരുന്ന പൂ നമ്മൾ നിർത്തരുത്, വെട്ടിക്കളയണം. അതിപ്പം തക്കാളി ആയിക്കോട്ടെ, വെണ്ടയ്ക്ക ആയിക്കോട്ടെ, പയറായിക്കോട്ടെ. അപ്പം ഫസ്റ്റ് വരുന്ന പൂവ് വെട്ടിക്കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രായമുള്ളതിലും കുഴപ്പമില്ല, നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ തണ്ടിലും ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. വേരിൻ്റെ ഭാഗത്തോട്ട് വീഴുന്നില്ല, വീണാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് മഴ പെയ്തിട്ട് വേര് വെളിയിലോട്ട് വന്ന് നിൽക്കും. അപ്പോൾ ആ സമയത്ത് വേരിലോട്ട് കറക്റ്റായിട്ട് ഈ സാധനം പോകുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല നട്ട സലാഡ് കുക്കുംബറിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നോക്കിക്കേ, ഇതുപോലെ കായ്കൾ പിടിച്ച് നിൽപ്പുണ്ട്. പലരും പറയുന്നുണ്ട് കായ് പിടിച്ച് കിട്ടുന്നില്ല, പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന്. കാരണം പോളിനേഷൻ നടക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം പിടിച്ച് കിട്ടിയ സലാഡ് വെള്ളരിയിൽ ഞാൻ ഹാൻഡ് പോളിനേഷൻ ചെയ്തിട്ടാണ് ഇപ്പം ഇങ്ങനെ ഈ ഒരു വെജിറ്റബിൾ പിടിച്ച് കിട്ടിയിട്ടുള്ള കേട്ടോ. അതുപോലെ നമ്മൾ നന്നായിട്ട് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. കാരണം മഴ സമയത്ത് നമുക്ക് തേനീച്ചയോ പൂമ്പാറ്റയോ ഒന്നും വരത്തില്ല. ആ സമയത്ത് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതുപോലുള്ള കുഞ്ഞ് സലാഡ് വെള്ളരീസ് പിടിച്ച് കിട്ടും. അപ്പം ഞാൻ ചെയ്ത ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എല്ലാ വീഡിയോസിലും കാണിച്ചു തരുന്നതാണ്. ഇതുപോലൊരു വാട്ടർ ക്യാനിനകത്ത് ഇതുപോലൊരു പൈപ്പ് കണക്ട് ചെയ്ത് വിട്ടതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സലാഡ് വെള്ളരി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെയും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്യാൻ മറക്കരുത്. മഴ സമയത്ത് ഹാൻഡ് പോളിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മളുടെ അടുത്ത ഒരു മെയിൻ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻസ് ആണ് നമ്മുടെ പയറിൽ പൂക്കൾ പിടിക്കുന്നില്ല, പൂക്കൾ പിടിക്കാൻ എന്തെങ്കിലും ടിപ്പുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ പൂക്കൾ പിടിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അതിനുള്ള വളം കൊടുക്കാത്തത് കൊണ്ടാണ് അത് നമുക്ക് പൂക്കൾ പിടിക്കാത്തത്. നമ്മൾ കറക്റ്റായിട്ട് വളമൊക്കെ കൊടുത്ത് അതിനെ നോക്കേണ്ട രീതിക്ക് നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പയറുകൾ പിടിച്ച് കിട്ടുന്നതാണ് കേട്ടോ. നോക്കി, ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ പൂക്കളും അതുപോലെ തന്നെ പയറൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്.
അതിന് കാരണം ദാ ഇവിടെ ഇല കുറവാണ് കണ്ടോ. അപ്പോൾ ഇലയൊക്കെ ആവശ്യമില്ലാത്ത ഇലയൊക്കെ നമ്മൾ വെട്ടിക്കളയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു പ്രൂണിങ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പ്രൂണിങ് ആണ് കേട്ടോ. ഈ സമയത്ത് നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതുപോലെ ഞാൻ മുളകിൻ്റെയൊക്കെ മേൽഭാഗം വെച്ച് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് പൂക്കൾ വരുമ്പോൾ നമ്മൾ വെട്ടി വിടണം. അതുപോലെ തന്നെ പൂക്കളില്ലെങ്കിലും ഇതുപോലെ മേൽഭാഗം പൊട്ടിച്ച് വിടണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്താലേ നമുക്ക് അടുത്ത ബ്രാഞ്ചസ് വരുള്ളൂ. നോക്കിക്കേ, ഇത് കണ്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ പുതിയ ബ്രാഞ്ച് വരുന്നുണ്ടോ. എങ്കിലേ നമുക്ക് അടുത്ത ശിഖരങ്ങളും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഇത് വളർന്നും കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൂണിങ് ഒക്കെ ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. നോക്കിക്കേ, ഇതുപോലെ ചെറിയ ഒരു തൈയാണിത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ മുളക് വന്നിട്ട് നമ്മുടെ യെല്ലോ കാന്താരയാണ് കേട്ടോ. അപ്പോൾ ഇത് പിഞ്ചായതുകൊണ്ടാണ് ഈ കളർ. കുറച്ചും കൂടി ഇത് വലുതാകുമ്പോഴത്തേക്കും നല്ല മഞ്ഞ കളറാകും. അതുപോലെ നല്ല നീളം ഉള്ളതാണ് കേട്ടോ. വെറൈറ്റിയാണിത്. നോക്കിക്കേ, അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് ഇടുമ്പോൾ അവിടെ നിന്നുള്ള പുതിയ പുതിയ ബ്രാഞ്ചസിൽ നിന്നാണ് നമുക്ക് ഇതുപോലെ തൈകൾ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിലായാലും ഇതുപോലെ പ്രൂണിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സമയം നമുക്ക് നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പൂക്കളും പിടിച്ച് കിട്ടും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജമന്തിയും നമ്മൾ നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് വിടാനുള്ളത് ആണെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഈ മഞ്ഞക്കാന്താരിയുടെ അപ്ഡേറ്റ്സ് ചോദിച്ചിരുന്നു. ഇതാ നോക്കിക്കേ, ഇത്ര ആയിട്ടുണ്ട്. വളരെ ചെറിയ ഒരു തൈയാണ്, പക്ഷെ നന്നായിട്ട് തന്നെ പൂക്കളൊക്കെ പിടിച്ച് ഇപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൂണിങ് ആണ് അടുത്തതായിട്ട് ഈ മൺസൂൺ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ചില ചെടികളുടെ അടുത്ത് വേറെ പല ചെടികളും നടുന്നത് നല്ലതാണെന്ന്. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മളുടെ കുക്കുംബർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ കുക്കുംബറിനകത്ത് നമ്മൾ എന്താണ് നടേണ്ടതെന്ന് അറിയാമോ? നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നട്ടു കൊടുത്ത വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്ന ഇതിനകത്ത് വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളിക്ക് ഞാൻ വച്ചു കൊടുത്ത് 2-3 ദിവസം മുമ്പ് വെച്ചതാണ്. നോക്കിക്കേ, നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഒരു 2-3 എണ്ണം ഇതുപോലെ നമ്മളുടെ ചുറ്റും വെള്ളരിക്കയുടെ ചുറ്റും വച്ച് കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന കീടശല്യം കുറയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി വെക്കുന്നത് കൊണ്ട് രണ്ടുണ്ട് ഉപയോഗം. ഒന്ന്, നമുക്ക് വെളുത്തുള്ളിയുടെ സ്മെല്ല് കാരണം ഒരു തരത്തിലുള്ള പ്രാണികളും വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്കയുടെ റൂട്ട് ചീയുന്നതിന് ഒരു പരിധി വരെ ഇത് നമുക്ക് സഹായകരമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി വെക്കുന്നത് കൊണ്ടുള്ള 2 ഉപയോഗം, നമ്മുടെ ഇൻസെക്ട്സിൻ്റെ ശല്യങ്ങൾ കുറയ്ക്കാം. ഇത് നമ്മളുടെ വെള്ളരിക്കയിൽ മാത്രമല്ല, നമ്മുടെ തക്കാളിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയിലും നമുക്ക് ഇതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്കിങ്ങനെ അടിയിലോട്ട് വെച്ചു. ഇപ്പം ഇതിപ്പോൾ ഞാൻ നട്ട് വെച്ചതിൽ ചിലതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതും ഹെൽത്തി അല്ലാത്തതും ഉണ്ട്. അങ്ങനത്തെ ഉള്ളതാണ് ഞാൻ എടുക്കുന്നത്. ഇതെൻ്റെ മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ തരത്തിൽ മല്ലിയില നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയിലും ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇലച്ചെടികളിൽ വരുന്ന കീടശല്യം നമുക്ക് കുറച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഇലച്ചെടികളിൽ നമുക്ക് സാഫ് ഇച്ചിരി ദൂരത്ത് വെച്ചാണ് നമ്മൾ അടിച്ചു കൊടുക്കാനുള്ള കേട്ടോ. നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ സാഫൊക്കെ ഈ ഇലകളിലാവും. നമ്മൾ കൂടുതലും മല്ലിയിലയൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മളൊരു പരിധി വരെ ദൂരത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കാനുള്ളത്. ഇതുപോലെ നമുക്ക് മല്ലിയില വളർത്തിയെടുക്കാൻ നമ്മളുടെ പുതിന ചെടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പുതിനയൊക്കെ ഞാൻ വെട്ടി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈ പുതിന വെക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ബോട്ടിലെടുത്ത് കട്ട് ചെയ്ത് 2ആയിട്ട് നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ മേൽഭാഗത്ത് ഒരു തുണി ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഇതുപോലെ ഇങ്ങനെ ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മുടെ പുതിനയൊക്കെ ഇതുപോലെ പൊടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഇലച്ചെടികൾ നന്നായിട്ട് വളർത്തിയെടുക്കാം. അതുപോലെ നമുക്ക് മണ്ണിനടിയിൽ വളരുന്ന ചെടികൾ, നമ്മളുടെ റാഡിഷ്, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ മധുരക്കിഴങ്ങൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. ഞാനിവിടെ റാഡിഷിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. ഒന്നവിടെ പൊടിച്ച് വരുന്നുണ്ട്. ഒന്നല്ല, മിക്കതും ഇതുപോലെ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരിയും കൂടെ വലുതായി നല്ല തൈ ആകുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റാഡിഷൊക്കെ നമുക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റുന്നതല്ല, ക്രിസ്മസൊക്കെ ആകുന്ന ആ ഒരു സമയമാകുമ്പം നമുക്ക് വിളവെടുക്കാം. അപ്പോൾ നമുക്ക് റാഡിഷും നന്നായിട്ട് തന്നെ വളർത്തി
അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഒന്ന് നമ്മുടെ ഡ്രെയിനിങ് ഹോളിൻ്റെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്, അതുപോലെ ഡ്രെയിനിങ് ഹോൾ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് വെക്കാമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്ലറി പോലെയുള്ള വളങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ 7 തൊട്ട് 15 ദിവസത്തിനുള്ളിലാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. സോളിഡായിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം, പക്ഷെ നമ്മളത് എല്ലാ ആഴ്ച തോറും നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ സോളിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പം ഡയറക്റ്റായിട്ട് അത് കൊടുക്കരുത്. അതിനകത്ത് കുറച്ച് ചകിരിച്ചോറോ മണലോ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മണ്ണ് നമ്മൾ നടുക്കോട്ട് കൂട്ടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാനുള്ളത്. ഞാൻ ഇതൊന്നും കാണിക്കാത്തത്, ഞാൻ ഓൾറെഡി ഈ വളമൊക്കെ ഇടുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ സ്ലറിയുടെ വീഡിയോ ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് കാണിക്കാത്തത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് പ്രൂണിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് 3ാമത്തെ കാര്യമാണ്. പ്രൂണിങ് വളരെ നല്ലതാണ്. നമ്മൾ ആദ്യമായിട്ട് വന്ന ഇലയാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് വന്ന പൂവാണെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് കാണിച്ചുകൊണ്ട് ഇരിക്കരുത്. വെട്ടിക്കൊടുക്കേണ്ടത് നമ്മൾ വെട്ടി തന്നെ കൊടുക്കണം, എങ്കിലേ നമുക്ക് നന്നായിട്ട് ഇനി ഇത് വളർത്തി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 4ാമത് പറഞ്ഞതാണ് നമ്മുടെ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിവെൻഷനായിട്ട് ഫംഗസിൻ്റെ വേണ്ടിയിട്ട് സാഫ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. 5ാമത്തത് എപ്പോഴും നമ്മൾ ചെറിയ വെയിലാണെങ്കിലും വെയിൽ കിട്ടുന്ന സമയങ്ങളിൽ മാക്സിമം ഒരു 70% രാവിലത്തെ വെയിൽ തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക് കിട്ടുന്ന രീതിക്ക് നമ്മൾ സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ മാറ്റിയൊക്കെ എടുത്ത് വെക്കേണ്ടതാണെങ്കിൽ നമ്മളത് മാറ്റിയെടുത്ത് വെച്ച് കൊടുക്കുക. കാരണം ഇപ്പം മഴ ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ നമുക്ക് വെയിൽ കിട്ടുന്നുള്ളൂ. ആ കിട്ടുന്ന വെയിൽ നമ്മളുടെ പച്ചക്കറികൾക്കൊക്കെ കിട്ടുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ടിപ്സ്. നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ ഈ മൺസൂൺ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇതല്ലാതെ നമുക്ക് ഉള്ളതാണ് നമ്മുടെ ഒച്ചിൻ്റെ ശല്യം. അതുപോലെ തന്നെ അട്ട ഭയങ്കര ശല്യമാണ് കേട്ടോ. അതുപോലെ ഒച്ച് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ കോളിഫ്ലവർ, ക്യാബേജ്, അതുപോലെ ഇലച്ചെടികൾ, നമ്മുടെ ചീര, ഇതിനൊക്കെ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടാണ് ഒച്ചിൻ്റെയൊക്കെ ശല്യം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്ത്. ഇത് നമ്മളുടെ കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയും സെഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 5 കിലോയുടെ ഗ്രോ ബാഗാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവരെ ഞാൻ നിർത്തിയിരിക്കുന്ന കൊക്കോ പീറ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇനി ഇതിൻ്റെ മൂട്ടിലോട്ട് നമ്മളിങ്ങനെ മണ്ണ് കൂട്ടി വെച്ച് കൊടുക്കണം. ഇതുപോലെ നടുക്ക് ഗ്യാപ്പാണ്. ഈ നടുക്കിലാണ് നമ്മളിവിടെ എന്ത് തരത്തിലുള്ള ഫെർട്ടിലൈസർ ആയാലും ഒഴിച്ചു കൊടുക്കുന്നത്. 2 പേർക്കും ഒരേപോലെ കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇത് 2 നമ്മുടെ കോളിഫ്ലവറാണ് കേട്ടോ. ഇവിടെ ഉള്ളത് നമ്മുടെ ക്യാബേജാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്യാബേജ് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇലകളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ തൈകൾ ഉണ്ടാകുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ വയലറ്റ് ക്യാബേജാണ്. ഇത് നമ്മുടെ കുഞ്ഞ് തൈയാണ് കേട്ടോ. അതിനി വളർന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വളർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് കെയിലിൻ്റെ കൃഷി ഉണ്ടോ എന്ന്. ഇല്ല കേട്ടോ, കെയിൽ കൃഷിയില്ല. പകരം സ്പിനച്ചാണ് ഞാനിവിടെ വളർത്തുന്നത്. അതിൻ്റെ വിത്ത് ഞാൻ പാകാൻ പോകുന്നുണ്ട്. ഞാനത് പാകുമ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് കാണുക കേട്ടോ. നോക്കിക്കേ, നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടി. നമ്മൾ ഇതുപോലെ ഒരു സൈഡ്, ഞാനിവിടെ ഒരു സൈഡിലോട്ട് ഒരു പച്ചക്കറികൾ മാത്രം എന്ന രീതിക്കാണ് വളർത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാബേജ്, അതുപോലെ തന്നെ കോളിഫ്ലവർ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് നമ്മളുടെ വെണ്ടയ്ക്ക കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് അങ്ങോട്ട് വരെ വെണ്ടയ്ക്കയും, അതുപോലെ ഇവിടെ അത്രയും നമ്മളുടെ ഈ പറയുന്ന തക്കാളിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ വളർത്തുന്നത്. ഇല വരുമ്പം മറ്റേ പയർ വെച്ചേക്കുന്നത് പോലെ തന്നെ ഇതിനെ ഞാൻ അങ്ങ് മാറ്റി വയ്ക്കും. അതല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് നേരത്തെ കാണിച്ച വലിയ കവറിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കും. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടി സംസാരിക്കുന്നത്, ഭയങ്കര അരോചകത്വം എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിരുന്നു. ഞാൻ ഷോർട്സിൽ സ്പീഡായിട്ട് സംസാരിക്കുന്നു എന്നും പറഞ്ഞ് ഇച്ചിരി സ്ലോ ആയിട്ട് പറഞ്ഞു തരാമോ ചേച്ചി, അല്ലെങ്കിൽ മോളെ എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പം നമുക്ക് ഈ ചെറിയ ഷോർട്സിനകത്ത് പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ ലോങ് വീഡിയോയിലോട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് പറയണം. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പലരും നമ്മുടെ ലോങ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പം സജഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും എൻ്റെ അത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷോർട്സിനകത്ത് കൊടുക്കുമ്പം അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് ഇതുപോലുള്ള ലോങ് വീഡിയോസ് ഇടാമോ എന്ന് ചോദിക്കുന്നത്. അതിനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന മിക്കവാറും വളങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചെടികളെ സംരക്ഷിക്കുന്ന രീതികളെക്കുറിച്ചുമാണ് പറയുന്നത്. അത് വിശദമായിട്ട് തന്നെ പറയണം. അതല്ല നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് പോയിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യാതെ ഇരുന്നാൽ അത് ആ ചെടിയെ നശിക്കുന്ന രീതിക്കായി പോവും. അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ആ രീതി അവർ വിപരീതമായിട്ടാണ് ഉപയോഗിച്ചെങ്കിൽ ആ ചെടി നശിച്ചു പോവും. അപ്പോൾ അതിന് നമ്മളായിരിക്കും ബ്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ
ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. അപ്പോൾ അതല്ല നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടൂ. അപ്പോൾ ഇത് കേൾക്കാനും ഇതേക്കുറിച്ച് അറിയാനും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. എന്തിനും ഏതിനും നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ അനുഭവത്തിൽ എൻ്റെ വീഡിയോസിൽ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ മല്ലിയില കിളിപ്പിക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എന്താ ഇതുപോലെ ഞാനൊരു 2-3 ബോട്ട് എക്സ്ട്രാ ഞാൻ ഇതുപോലെ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് ചെയ്തപ്പോൾ പലരും വന്ന് പല തരത്തിലുള്ള നെഗറ്റീവാണ് ഇട്ടത്. സെൽഫ് വാട്ടറിങ് മെത്തേഡിലൂടെ മല്ലി പൊടിപ്പിക്കുന്ന വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതേസമയം ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ച വീഡിയോ ഇട്ടപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ തക്കാളി നമ്മൾ തലതിരിച്ച് കെട്ടിയിടുന്ന വീഡിയോ ചെയ്തു. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാത്തത് ഞാൻ മിക്കതിലും ആ ക്ലിപ്പ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിനകത്ത് ഇപ്പോൾ പൂക്കൾ വന്ന് നിൽക്കുകയാണ്, അതുപോലെ അത് കായാവാറായിട്ടുണ്ട്. എപ്പോഴും ഞാൻ അതിൻ്റെ ക്ലിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ? ആ വീഡിയോയുടെ അടിയിൽ വീണ്ടും വരികയാണ്, സൂര്യപ്രകാശം വന്നാൽ അത് മേലോട്ട് വരത്തില്ലേ, എന്താ ചെടിയെ ആലോചിച്ചിട്ട് പാവം തോന്നുന്നു എന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, ഇതെങ്ങനെയാണ് എഫക്റ്റ് ആകുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ. ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇടുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട ഒറ്റ മനുഷ്യരവിടെ കാണൂല. എന്തിനാണ് നിങ്ങൾക്ക് ഇതുപോലെ നെഗറ്റീവ് മാത്രം ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരുടെ വീഡിയോസും കാണുന്നത്? എൻ്റെ മാത്രമല്ല, എൻ്റെ അനുഭവത്തിൽ എനിക്കിത് വലുതാണ് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന കാര്യങ്ങൾ. ഇതല്ലാതെ എന്തുമാത്രം നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയും നീട്ടി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പറ്റാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, സ്കിപ്പ് ബട്ടൺ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അങ്ങനെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലുമൊക്കെ മിസ്സാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ അരോചകത്വമാണോ എന്ന് ആണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.